ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫുഡ് പീലിംഗ് മാസ്ക് ഞാനും വാങ്ങിച്ചിട്ട് ഇത് കുറേ നാളെ എനിക്കൊന്ന് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഫൈനലി ഇതേ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കാല് ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കാല് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ഭയങ്കര ടാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ടാനിങ് മാറി നല്ല സ്കിൻ നല്ല ബേബി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിത് ട്രൈ ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഒരു 2 ദിവസത്തിന് ശേഷം എനിക്ക് പീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പീലിങ്ങിനെ പറ്റി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് വരെ എക്സ്ട്രീം പീലിംഗ് ഉണ്ടാവും കേട്ടോ. ഫീറ്റ് ഫുൾ കംപ്ലീറ്റ്ലി പീലാകും കേട്ടോ. എനിക്കൊരു ഏകദേശം ഒരു 1 മന്ത് വരെ എടുത്തായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്ത് പോകാനായിട്ട്. ഫുഡ് അടിയിലായാലും മേളിലായാലും നല്ലോണം പീലാവും കേട്ടോ. എനിക്ക് ഇതേവരെ എൻ്റെ കാല് ഇത്രയും ബേബി സോഫ്റ്റ് ആയിട്ടും ടാൻ ഫ്രീ ആയിട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. ഫൈനൽ റിസൾട്ട് നോക്കുവാണെങ്കിൽ കാല് റെഗുലറായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത്രയ്ക്ക് ഡ്രാസ്റ്റിക് റിസൾട്ട് തോന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഡ്രാസ്റ്റിക് റിസൾട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കിൻ പീലിംഗ് പ്രോസസ്സിൽ നമ്മൾ സ്വന്തമായിട്ട് തൊലി ഒരിക്കലും ഒരിച്ച് കളയരുത്. പിന്നെ നമ്മുടെ ഫുഡ് നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്.